ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെഹൽഗാമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ഇതാ മുന്നിൽ കണ്ട വലിയൊരു നദിയാണിത്. ഈ നദിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിഡർ റിവറാണിത്. ഇത് നല്ല വീതിയും നല്ല നീളമൊക്കെയുള്ള വലിയൊരു നദിയാണ് ലിഡർ റിവർ. അതിനോട് ചേർന്ന് വലിയ മലനിരകളുണ്ട്, അതിൽ ചെറിയ ചെറിയ മരങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ അവിടെ നിന്നു. നമ്മൾ പെഹൽഗാമിലേക്ക് പോകുന്നത് തന്നെ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല മലയും അതിലുള്ള നല്ല മരങ്ങളും പച്ചപ്പും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെഹൽഗാമിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പുള്ള ചെറിയ ഒരു റെസ്റ്റായിരുന്നു ഇവിടെ. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇന്ന് ഈദാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈദിൻ്റേതായ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതേ ആ വലിയ മല കണ്ടു. ആ മലയുടെ മുകളിൽ വെള്ള കളറിൽ കാണുന്നതൊക്കെ മഞ്ഞാണ് കേട്ടോ. നല്ല കട്ടി മഞ്ഞാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണത്. ആകാശം തൊട്ട് നിൽക്കുന്ന മലകളാണെന്ന് തോന്നും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതാ ഒട്ടും ഇലയൊന്നും ഇല്ലാതെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ മരങ്ങൾ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന സമയത്ത് ഈ മരം കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാനൊരു കൗതുകം. ഈ മരം ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു കായ, ഈ പൂവ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാശ്മീരിൽ പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കിത് എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനുശേഷം എല്ലാവരും വണ്ടിയുടെ അടുത്തെത്തി. വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരാനുള്ള പരിപാടിയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറി വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് ലിഡർ റിവർ തന്നെയാണ് കാണുന്നത്. പെഹൽഗാമിൽ മൊത്തം ഈ ഒരു നദിയാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ ആ നദിയിൽ ഉരുളൻകല്ലുകളാണ് കാണാനുള്ളത്. വെള്ളം വളരെ കുറവാണ്. ഇത് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ എത്തുമ്പോഴേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട്. മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാം നല്ല വീതിയും നീളമൊക്കെയുള്ള നല്ലോണം ജലസമൃദ്ധിയായിട്ടുള്ള ഒരു നദിയാണ് അത് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട നല്ലൊരു പാലമാണിത്. ഇത് ബെയിലി പാലമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു. ഏകദേശം അതുപോലെയുള്ള ഇരുമ്പ് പാലങ്ങളാണ് അവിടെ അധികം കാണാൻ കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് സൈന്യം പണിയുന്ന പാലമാണോ അതോ ഇനി ഗവൺമെൻറ് തന്നെ പണിതിട്ടിരിക്കണമാണോ എന്നൊന്നും നമുക്കറിയില്ല. നല്ല പാലമാണ്, നല്ല ഉറപ്പുള്ള പാലം. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വാലീസ് കാണാനാണ്. അതായത് ആരു വാലി, പിന്നെ ബേതാവ് വാലി, പിന്നെ ചന്ദൻ വാലി, അങ്ങനെ കുറേ വാലികളുണ്ട് ഇതിൻ്റെ മുകളിൽ. ആ മലയുടെ മുകളിലാണ് ഈ വാലീസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കുറേ ദൂരം പോകും. കുറച്ച് ദൂരം കൂടി ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കഴിയുമ്പോൾ പെഹൽഗാം എത്തും. പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നമ്മുടെ വണ്ടി മാറി കയറണം. നമ്മുടെ ഈ വലിയ ബസ്സൊന്നും അങ്ങോട്ട് വിടില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലിഡർ റിവറാണ്. നല്ല വീതി നീളമുണ്ട് കേട്ടോ ഈ നദിക്ക്. അതിനിടയിൽ കുറച്ച് ഭാഗങ്ങൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കരപ്രദേശം പോലെ തോന്നിയത്. ഇതൊക്കെ നദിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. നദിയുടെ ഭാഗങ്ങളിലൊക്കെ ഇപ്പം ഇങ്ങനെ വെള്ളമില്ലാതെ കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെയും വേനൽക്കാലത്തൊക്കെ നദികൾ വറ്റി വരണ്ട് കിടക്കുന്നത് കാണാറില്ല, അതേപോലെയാണ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മലനിരകളാണ്. അപ്പോൾ ഇതിലൂടെ ഞങ്ങളിങ്ങനെ ഇപ്പം ഞങ്ങളുടെ ബസ്സിൽ തന്നെയാണ് യാത്ര തുടരുന്നത്. ബസ്സിൽ പോയിട്ട് കുറച്ച് ദൂരം കൂടി ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ പറ്റും. അത് കഴിയുമ്പോൾ ബസ്സിൽ നിന്ന് മാറിയിട്ട് യൂണിയൻ ക്യാബിലേക്ക് മാറണം. അതായത് അവിടുത്തെ സിവിലിയൻസിൻ്റെ ടാക്സിയാണത്. വലിയ ടാക്സിയാണ് കേട്ടോ. 6-7 പേരെ കൊള്ളുന്ന ഒരു ടാക്സിയാണ്. അപ്പോൾ അങ്ങനത്തെ ടാക്സികൾ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ടൂറിസമാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ടാക്സികൾ അവർക്ക് വേണ്ടി നിർത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടികൾ അവിടെ ചെല്ലുമ്പോൾ ഏത് പ്രൈവറ്റ് വെഹിക്കിളായാലും, ഇപ്പോൾ നമ്മുടെ ബസ്സെന്ന് മാത്രമല്ല ഏത് പ്രൈവറ്റ് വെഹിക്കിളായാലും അവിടെ നിർത്തണം. അവിടെ നിർത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഈ ലോക്കൽസിൻ്റെ യൂണിയൻ ക്യാബിലേക്ക് കയറണം. അതവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കും. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ ആ വാലികളിലേക്ക് പ്രവേശനം അവർ കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മുടെ വണ്ടിയിലൊന്നും പോയാൽ അവിടെ പ്രവേശനമൊന്നും കിട്ടില്ല. പിന്നെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് അമർനാഥ് യാത്രയുടെ വഴിയാണ് കേട്ടോ. ഇത് അമർനാഥ് യാത്രയുടെ റൂട്ടാണിത്. അമർനാഥ് യാത്രയ്ക്ക് പോകുന്നവർ ഈ വഴിയിലൂടെയാണ് പോവുക. അവരുടെ ബേസ് ക്യാമ്പ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടിരുന്നു.
ഇപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ ലിഡർ റിവറാണ്. ഇവിടെ ഇങ്ങോട്ട് പോകുന്തോറും നദിക്ക് ജലം കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ മലമുകളിലേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ നിരപ്പായ പ്രദേശത്തൂടെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ എത്തി. ഇത് പെഹൽഗാം തന്നെയാണ്. പെഹൽഗാമിലെത്തി. ഇവിടുന്ന് നമുക്ക് ഇവിടെ കണ്ടു നിറയെ കുതിരകൾ. ഇവിടുന്ന് ഈ കുതിരയിൽ കയറിയിട്ടാണ് ബൈസരൻ വാലിയിലേക്ക് പോകുകയെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ബൈസരൻ വാലി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, നമ്മുടെ അന്ന് ഭീകര ആക്രമണമൊക്കെ നടന്ന സ്ഥലമാണ്. ഇവിടുന്ന് കുതിരപ്പുറത്താണ് ബൈസരൻ വാലിയിലേക്ക് പോവുക. ഇപ്പം ഞങ്ങൾ ബൈസരൻ വാലിയിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി മാറിയിട്ട് ദേ കണ്ടു ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നത് കണ്ടില്ലേ. ഇത് യൂണിയൻ ക്യാബാണ് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വണ്ടിയിലേക്ക് നമുക്ക് കയറാം. ഇതിൽ നമ്മുടെ ഗൈഡ് നമുക്ക് നിർദ്ദേശിച്ച് തരും വണ്ടി ഏതാണെന്നുള്ളത്. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ നമ്മൾ എടുക്കും. പിന്നെ അതുപോലെ ഡ്രൈവറുടെ നമ്പർ നമ്മൾ വാങ്ങി വയ്ക്കും, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ ഞങ്ങളുടെ ബസ് നിർത്തിയിട്ട് ഞങ്ങൾ യൂണിയൻ ക്യാബിലേക്ക് മാറി കയറി. 7 പേർക്ക് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിബ്ചേട്ടനും പിന്നെ ജോസൂട്ടൻ, ബിന്ദു, പൊന്നു, പിന്നെ അതുപോലെ ജോയ് മാഷ്, അനറ്റ്, ഞങ്ങൾ ഇത്രയും പേര് ഒരു വണ്ടിയിൽ തന്നെയായിരുന്നു യാത്ര. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോൾ നല്ലൊരു പാർക്ക് കാണാൻ പറ്റി. ഈ പാർക്കിൻ്റെ പേര് അവിടെ കണ്ടത് ഡീർ പാർക്ക് എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെ മാനുകളെയൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ ആളുകൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമ്മൾ പതുക്കെ മലമുകളിലേക്ക് കയറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ലിഡർ റിവർ താഴേക്ക് പോയി തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ സമതല പ്രദേശത്തായിരുന്നു ലിഡർ റിവർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പതുക്കെ താഴേക്ക് നീങ്ങി തുടങ്ങി. അപ്പോൾ ഈ മലമുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഈ നദിയും വരുന്നുണ്ട്. മലമുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണിത്. നല്ലൊരു പുല്ല് ഇങ്ങനെ നല്ല പുൽത്തകിടിയുള്ള ഒരു താഴ്വര കാണാം. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നദി ലിഡർ റിവർ ഉള്ളത്. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും മലയാണ്. അവിടെ കുറേ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ മഞ്ഞുപാളികളൊക്കെ അവിടെ കാണാനുണ്ട്. മഞ്ഞിങ്ങനെ ഒഴുകി ഇറങ്ങിയ ഒരു ഫീലാണ് അത്. ഈ എന്താ പറയുക, വേനൽക്കാലത്ത് മഴയൊക്കെ വരുന്ന സമയത്തൊക്കെ മഞ്ഞിങ്ങനെ ഉരുകി ഇറങ്ങും മുകളിൽ നിന്ന്. അപ്പോൾ അതാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഉരുകി ഇറങ്ങിയ മഞ്ഞാണ് നമുക്ക് കാണുന്നത്. പിന്നെ അതാ ഞങ്ങളിവിടെ ഇങ്ങനെ എത്തി. ഏകദേശം ഞങ്ങൾ ആ ഒരു ആരുവാലിയിലേക്കുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. ആരുവാലിയുടെ ഭാഗത്തേക്ക് എത്തി. അവിടെ വണ്ടികൾ ഇങ്ങനെ കുറേ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ആരുവാലിയിലേക്ക് കടന്നു. അവിടെ അതിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു, ആരുവാലി എന്ന് എഴുതിയ ബോർഡ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ. പക്ഷേ ഒരു വലിയ വണ്ടി കടത്തി വിടാത്തത് അതുകൊണ്ടും കൂടി ആയിരിക്കാം. കാരണം ബ്ലോക്ക് ആവും ചിലപ്പോൾ കടത്തി വിട്ടാൽ. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഫസ്റ്റ് ഞങ്ങളുടെ വണ്ടിയാണ് എത്തിയത്. ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ ആദ്യം കാണുന്നത് ഇതാണ്. ഇതെന്താണെന്നറിയോ, അവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആരുവാലിയിലത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. പിന്നെ അവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യമാണിത്. കണ്ടോ, ഈ ഒരു താഴ്വരയുടെ ഭംഗി ആസ്വദിക്കാനാണ് ഇവിടെ ആളുകൾ വരുന്നത്. അപ്പം ഞങ്ങൾ അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു. കാരണം നമുക്കൊരു ഈ താഴ്വരയുടെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് ചെല്ലണം. അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഇവിടെയും കുതിരകളുണ്ട്. കുതിരസവാരി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് കുതിരസവാരി ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുതിരസവാരി ഒന്നും ചെയ്തില്ല. ഇത് നമ്മൾ കുതിരക്കാരൻ്റെ അടുത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അവർ ഇത്ര രൂപ എന്ന് പറയും. നമ്മളത് ബാർഗെയിൻ ചെയ്തിട്ട് നമുക്കും സൂട്ടായിട്ടുള്ള ഒരു റേറ്റിന് നമ്മൾ ഉറപ്പിക്കും. എന്നിട്ട് ആ കുതിരപ്പുറത്ത് കയറിയിട്ട് സവാരി ചെയ്യും. അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആളുകളൊക്കെ ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു പോകുമ്പോൾ. കുതിരക്കാരുടെ അടുത്ത് ദേ കണ്ടോ, ഈ നിൽക്കുന്ന ആളുകളൊക്കെ കുതിരക്കാരനോട് സംസാരിക്കുകയാണ് എത്ര രൂപ എന്നുള്ളത് ബാർഗെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷെ ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ നടന്നിട്ട് നമ്മളവിടെ ഒരു ഇതൊക്കെ കണ്ടു. ഇതിങ്ങനെ ഫെൻസിങ് ആണ് കേട്ടോ. ഇതങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അവിടെ ഒരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ വേണം നമ്മൾ അങ്ങോട്ട് കടക്കാൻ. കാരണം ടിക്കറ്റ് ഉണ്ട് ഇതിന്. എത്ര രൂപയാണ് ടിക്കറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് ഞങ്ങളുടെ ടൂർ മാനേജറാണ് കൊടുത്തത്. എല്ലാവരുടെ ടിക്കറ്റും ഒരുമിച്ച് ടൂർ മാനേജർ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു പാക്കേജായിട്ട് വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നതേ ഇതിലൂടെയാണ്. അവർ അങ്ങോട്ട് ഇവിടെ ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇതിലൂടെയാണ് കടത്തിവിടുക. അപ്പോൾ നമ്മുടെ ടൂർ മാനേജർ പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരെയും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. പിന്നെ അതിനുള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന നല്ലൊരു വ്യൂ ആണിത്. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത്
അത്ര തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരുന്നില്ല അവിടെ. സാധാരണഗതിയിൽ അവിടെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. മഞ്ഞ് ഇങ്ങനെ പെയ്യുന്നതൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മഞ്ഞ് പെയ്യുന്നതൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ തണുപ്പുണ്ട്, അത്യാവശ്യം കുറച്ച് തണുപ്പ്. സാധാരണ ഇപ്പോൾ കാശ്മീരിൻ്റെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ തണുപ്പ് കുറവായിരുന്നു ഞങ്ങളവിടെ ചെന്ന സമയത്ത്. പിന്നെ അത് അവിടെയൊക്കെ കണ്ടു മഞ്ഞ് കിടക്കുന്നത്, ആ വെള്ള കളറിൽ കാണുന്നതൊക്കെ മഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സാധാരണ ഈ മരങ്ങൾ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. അതിപ്പോൾ ഈ സമയത്ത് പറ്റില്ല. ഞങ്ങൾ ചെന്നത് മാർച്ച് 31-ാം തീയതി ആയിരുന്നു. അപ്പോൾ അന്ന് അത് പറ്റില്ല. ഏകദേശം ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഈ മരങ്ങളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന അങ്ങനെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ അത്യാവശ്യം സ്നോഫാളൊക്കെ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ മേലേക്കൊക്കെ ഇങ്ങനെ മഴ പെയ്യും. അപ്പോൾ അതൊരു നല്ല ഫീലാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ സൈറ്റ് സീയിങ് ആണ് പ്രധാനം. കാരണം ഇത് കാണാൻ ഈ മലയും ആ മലയിലെ മഞ്ഞും പിന്നെ ഈ മരങ്ങളും ഈ ഒരു എന്താ പറയുക താഴ്വരയും ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതേ കണ്ടു, ആ മലയുടെ മുകളിൽ കാണുന്ന ആ വെള്ള കളറിൽ കാണുന്നതൊക്കെ മഞ്ഞാണ്, മേഘങ്ങളല്ല. മലയുടെ മുകളിൽ കാണുന്നതൊക്കെ മഞ്ഞാണ്, അതിൻ്റെ മുകളിൽ ആകാശത്ത് കാണുന്നതാണ് മേഘങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് സമയം അവിടെ ഇരിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ആക്ടിവിറ്റീസോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ആരുവാലിയിലില്ല. ആരുവാലിയിൽ ഇങ്ങനെ കാഴ്ച കാണൽ മാത്രമാണ്. ഇത് ഷൂട്ടിംഗ് പ്ലേസ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ധാരാളം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. കാരണം ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മടങ്ങി. കുറച്ച് സമയമാണ് ഞങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഞങ്ങളുടെ മാനേജർ ഉണ്ടല്ലോ അക്ഷയ് പറയും, ഇത്ര സമയം കേട്ടോ, അത്രയും സമയത്തിനുള്ളിൽ നിങ്ങളിതൊക്കെ കണ്ടു തീർക്കണേ, എന്നിട്ട് വരണം എന്ന് പറയും. അപ്പം ഞങ്ങൾ ഈ മലയിൽ ഞങ്ങൾ വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ ആ ഒരു അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ പതിക്കുന്ന ആ ഒരു കാഴ്ച നല്ല അടിപൊളിയായിരുന്നു, നല്ല കാഴ്ചയായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നെങ്കിലും നമുക്കങ്ങനെ ബോറടി ഒന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ മലമുകളിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഞങ്ങൾ മലമുകളിലേക്ക് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും കയറി വരുമ്പോൾ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു ക്ഷീണം തോന്നും. ആ ക്ഷീണമൊക്കെ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറും, നമ്മൾ കുറച്ചുകൂടി ഫ്രഷ് ആവും. പിന്നെ ഇപ്പോൾ ദേ ഇവർ കൊണ്ടുപോയ ഒരു ആട്ടിൻകുട്ടി കണ്ടു. അത് കുഞ്ഞൊരു ആട്ടിൻകുട്ടിയാണ്. ആ ചെറിയ ആടിൻ്റെ പേര് മാർക്കോ എന്നാണ്. പശ്മീന ഈ ആടിൻ്റെ രോമത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നിട്ട് വീണ്ടും ഞങ്ങളൊരു 12 കിലോമീറ്ററോളം വീണ്ടും മലമുകളിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ എത്തിയ സ്ഥലമാണ് ബേതാബ് വാലി. ഇതും ഷൂട്ടിംഗ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. ഇതിന് ബേതാബ് വാലി എന്ന് പേര് വന്നത് തന്നെ അങ്ങനെ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വാലിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെ ഒരു അരുവിയാണ്. ഇത് അരുവിയല്ല, ഇത് നേരത്തെ നമ്മൾ കണ്ട അതേ നദി തന്നെയാണ് കേട്ടോ. ലീഡർ റിവർ നമ്മൾ നേരത്തെ കണ്ടില്ലേ താഴ്വരയിൽ, ആ താഴ്വരയിൽ എത്തുന്ന റിവർ ഇവിടെ നിന്നൊക്കെ ഒഴുകിയാണ് അത് അങ്ങോട്ട് എത്തുന്നത്. എത്ര കിലോമീറ്റർ ആ നദി ഒഴുകുന്നുണ്ടെന്നറിയോ? അപ്പോൾ അവിടെ ആ കാണുന്നത് സ്നോ ബെഡാണ്. ആ നദിയിൽ മഞ്ഞ് പാളി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ അത് നോക്കി നടന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടു വലിയ മലയാണ്. ഈ മലയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ മലയുടെ താഴെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോക്കൽസിന് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൂടെ ലോക്കൽസ് കടന്നു പോകുന്നതും വരുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ അതിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. കുറേ മരങ്ങൾ ഇങ്ങനെ അവർ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് പൈൻ മരങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യം അറിയില്ല. പൈൻ മരങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടത്, അത്രേ അറിയുള്ളൂ. ഇനിയിപ്പോൾ ഇത് പൈൻ മരം അല്ലെങ്കിൽ അത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഏത് മരമാണെന്നുള്ളത്. എൻ്റെ ഒരു വിചാരം ഇത് പൈൻ മരമാണെന്നാണ്. അപ്പോൾ അതൊക്കെ വെട്ടി നിർത്തി ഇങ്ങനെ ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പോയത് ഏകദേശം ഒരു വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ, ഇങ്ങനത്തെ ഒരു മരങ്ങളും. ഇപ്പോൾ ആ കാണുന്ന മലകൾ കണ്ടു. ആ മലകളിപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് തോന്നുന്നുണ്ട് അല്ലേ? കാരണം ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-26 കിലോമീറ്റർ മുകളിലേക്ക് എത്തി. അതായത് മലമുകളിലേക്ക് 26 കിലോമീറ്ററോളം ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് താഴെ നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് പൊക്കത്തിൽ കണ്ട മല ഇപ്പോൾ ദേ അടുത്തായി. ആ മലയുടെ മുകളിലാണ് മഞ്ഞൊക്കെ കാണുന്നത്. ആ വെള്ള കളറിൽ കാണുന്നതൊക്കെ മഞ്ഞാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. എന്ന് വെച്ചാൽ ഓവറായിട്ട് തണുത്ത് വിറയ്ക്കുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല, ചെറിയൊരു നേരിയ തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായിരുന്നു. ഒരു 5-5:30 ആ ഒരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഇവിടെ ചിലവാക്കാനില്ല. കാരണം കുറച്ച് സമയം ഇതൊക്കെ കാണുക, ഇവിടെ കാഴ്ചകൾ കാണുക എന്നൊക്കെ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പുറത്ത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ ലീഡർ റിവർ മുകളിൽ നിന്ന് കാണിച്ചു തരാമെന്ന്. ഇതാണ് മുകളിൽ നിന്ന് ഉള്ള കാഴ്ച. ഇതിൻ്റെ കുറച്ചും കൂടി മുകളിലേക്ക് മലയുണ്ട്. ആ മലയിൽ നിന്നാണ് തോന്നുന്നു ഈ ലീഡർ റിവർ വരുന്നത് കേട്ടോ. കാരണം ഇവിടെ നല്ലോണം ജലമുണ്ട് ഇതിൽ. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ലീഡർ റിവർ പോലെയല്ല ഇത്, നല്ലോണം വെള്ളമുണ്ട്. നേരത്തെ അങ്ങ് താഴെ ഉരുളൻകല്ലുകൾ നിറഞ്ഞു കണ്ട ലിഡർ റിവർ ഇവിടെ എത്തുമ്പോൾ നല്ല ജലസമൃദ്ധിയായിട്ടാണ് ഒഴുകുന്നത്. കാരണം ഇവിടുന്നാണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മലയുണ്ട്. ആ മലയുടെ മുകളിൽ നിന്നായിരിക്കും ഈ റിവർ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റിവറിന് നല്ല വിട്ടുണ്ട്, ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ഇതേ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാൻ കേട്ടോ. അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിലൂടെ ഞങ്ങൾ തിരിച്ച് പോരുക. അപ്പോൾ ഇത് ഞങ്ങളുടെ കാശ്മീരിലത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് സന്ദർശനമായിരുന്നു പഹൽഗാം. നാളെ ഞങ്ങൾ അമൃത്സറിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ അമൃത്സറിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.